ജനകീയാസൂത്രണം 2024-25 പട്ടികജാതി കുടുംബങ്ങൾക്ക് കുടിവെള്ള ടാങ്ക് വിതരണം അയിലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കി. അയിലൂർ ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 70 കുടുംബങ്ങൾക്ക് മൂന്നാം ഘട്ടമായി കുടിവെള്ള ടാങ്ക് വിതരണം ചെയ്തു. പഞ്ചായത്ത് പരിധിയിലെ 210 കുടുംബങ്ങൾക്കാണ് ടാങ്ക് വിതരണം ചെയ്തത്. കെ ബാബു വിതരണം ഉദ്ഘാടനം ചെയ്തു. ഇത് അയിലൂർ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചതല്ല, വില കൊടുത്ത് നമ്മൾ വാങ്ങിച്ച് നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നതാണ്. നമുക്കാണെങ്കിൽ കുടിവെള്ളം ഇപ്പോൾ പോത്തുണ്ടിയുടെ വെള്ളം ചില ഭാഗങ്ങളിൽ എത്തിയിട്ടുണ്ട്, ചില ഭാഗങ്ങളിൽ എത്തിയിട്ടില്ല. അത് എത്തിക്കാനുള്ള പരിശ്രമം വേറെ ഭാഗത്തൂടെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്ന പൈപ്പാണെങ്കിൽ പോലും അതിൽ ആവശ്യാനുസരണം വെള്ളം ശേഖരിച്ച് വയ്ക്കണം. വെള്ളം എന്ന് പറയുന്നത്, ജലം എന്ന് പറയുന്നത് അമൂല്യമായ നിധിയാണ്. പണ്ട് അമ്മയെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വെള്ളത്തിന് വലിയ ക്ഷാമമൊന്നുമില്ല. ഇന്നിപ്പോൾ വേനൽ ഇങ്ങനെ മാർച്ച് ആയിട്ടുള്ളൂ. ഇനി 2 മാസം മുന്നിലുണ്ട്, ഏപ്രിലും മെയ്യും കനത്ത ചൂടുമാണ്. അപ്പോൾ കുടിക്കാനുള്ള വെള്ളത്തിൽ മാത്രം പരമാവധി ക്രമീകരിച്ച് ആവശ്യാനുസരണം നമ്മൾ ചെലവഴിക്കണം. അതല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ വലിയ ക്ഷാമവും അനുഭവപ്പെടും. അങ്ങനെ കിട്ടുന്ന വെള്ളം ശേഖരിച്ച് വയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ധർമ്മമാണ്. ആ നിലയ്ക്കാണ് ഈ ടാങ്കിൻ്റെ വിതരണം ഇവിടെ നടത്തുന്നത്. അയിലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളെ ഇത്തരം ഒരു പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗത്തെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കുന്ന ഈ പദ്ധതി നല്ല വിജയമായി തീരട്ടെ. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജീന ചാന്ത് മുഹമ്മദ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മവിത വിശ്വനാഥൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MR രജനി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മഞ്ജുള സുരേന്ദ്രൻ, വാർഡ് മെമ്പർമാരായ പുഷ്പാകരൻ, ഉമാ സതീശൻ, പഞ്ചായത്ത് സെക്രട്ടറി മുകുന്ദൻ, അസിസ്റ്റന്റ് സെക്രട്ടറി മേരി സിൽവസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.